നാളെ വരെ കേരളത്തിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട വടക്കൻ കേരള തീരത്തിന് സമീപമുള്ള ന്യൂനമർദ്ദപാത്തിയുടെയും സ്വാധീന ഫലമായാണ് മഴ. ഇതേ തുടർന്ന് കേരളത്തിലെ 3 ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട് നൽകി. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. അതേസമയം ന്യൂനമർദ്ദപാത്തി നിലനിൽക്കുന്നതിനാൽ ലക്ഷദ്വീപ് പ്രദേശത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. എന്നാൽ കേരള, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. പീഡന പരാതിയിൽ കീഴടങ്ങുന്നതിന് സാവകാശം നൽകണമെന്നാവശ്യപ്പെട്ട് മുൻ സർക്കാർ പ്ലീഡർ PG മനു നൽകിയ ഉപഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് P. ഗോപിനാഥാണ് ഹർജി പരിഗണിക്കുക. സുപ്രീംകോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും ഇതുവരെ ലിസ്റ്റ് ചെയ്യപ്പെട്ടില്ലെന്നും അതിനാൽ സാവകാശം വേണമെന്നുമാണ് PG മനുവിന്റെ ആവശ്യം. നേരത്തെ PG മനുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി 10 ദിവസത്തിനുള്ളിൽ കീഴടങ്ങണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഈ സമയം കഴിഞ്ഞതോടെയാണ് മനു വീണ്ടും കോടതിയെ സമീപിച്ചത്. മനുവിനെതിരായ പരാതി ഗൌരവമുള്ളതാണെന്നാണ് കോടതിയുടെ നിരീക്ഷണം. പീഡനക്കേസിലിരയായ പെൺകുട്ടിയെ നിയമസഹായം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്നാണ് PG മനുവിനെതിരായ കേസ്.